സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഓൾറെഡി ആദ്യം ഒരു വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മച്ചാമാരെ ഓൾറെഡി ഞാനത് എഡിറ്റഡ് ചെയ്തതല്ല, 110 വരെ കയറുമെന്ന് പറഞ്ഞ് ഓൾറെഡി നമ്മുടെ ഹബിനകത്ത് നമ്മൾ പൊസിഷൻ ചെയ്തിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അത് എത്രത്തോളം കയറും എന്നറിയില്ല. അപ്പം നമ്മൾ ഉറപ്പായിട്ട് അതിൻ്റെ ഒരു ഓവർ റേറ്റിംഗ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് സംഭവം വീഡിയോ റെഡിയാവുന്നുള്ളൂ. അപ്പോൾ നാളത്തേക്കായിട്ട് ഉറപ്പായിട്ട് നമുക്ക് പൊളിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ്, നമ്മൾ ഇത് ജസ്റ്റ് ഗൈസ് എന്താ പറയുക, നമുക്കൊരു കൺഫർമേഷൻ അല്ല. നിങ്ങൾ എല്ലാവരും ഇന്നലെ തൊട്ട് തന്നെ നമ്മൾ ലൈവിൽ വന്നപ്പോൾ ചോദിച്ചൊരു കാര്യമാണ് മച്ചാമാരെ. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇനിയിപ്പം സെലക്ഷൻ കോൺട്രാക്റ്റിൽ ബാക്കി നമുക്ക് എത്ര പ്ലേയേഴ്സ് ഉണ്ടാകുന്നത്. അതായത് ഗൈസ്, ഇത് ജസ്റ്റ് എൻ്റെ ഒരു നിഗമനമാണ്, പ്രഡിക്ഷനാണ്. ചിലപ്പം പറയാൻ പറ്റില്ല ഇങ്ങനെയാണെന്ന്. കാരണം നിങ്ങൾക്കറിയാലോ ഗൈസ്, കൊനാമിയാണ് നമുക്ക് ഇവർ ആ 15 പ്ലേയേഴ്സിനെ അത് മൊത്തം തന്നിട്ട് അതിൽ നിന്ന് ഒരാളെ എടുക്കുന്ന ഒരു രീതിയിലായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം എല്ലാവർക്കും ഒന്ന് ഇഷ്ടമുള്ളത് മാത്രം എടുക്കാം. പിന്നെ മച്ചാമാരെ ഓൾറെഡി നിങ്ങൾക്കറിയാം, ഇപ്പം നിലവിൽ എന്താ പറയുക, എനിക്കൊന്നും ഗോളിയിൽ ഒലിവർ ഖാനാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കസിലിയാസ് എനിക്ക് തോന്നുന്നു അത്ര എല്ലാവരും ഒരു ഇത് പറയുന്നുണ്ട്. അപ്പം നമുക്കത് ഫോം തന്നെയായിട്ട് എന്തായാലും നോക്കി ഡീറ്റെയിൽ ഒരു വീഡിയോ സെറ്റാക്കാം. അപ്പം മച്ചാമാരെ കുറച്ച് മുമ്പ് നിങ്ങൾക്കറിയാം ക്യാരി ഓവറിൻ്റെ കാര്യം വന്നായിരുന്നു. അപ്പം നമ്മൾ കുറേ പേര് ചോദിച്ചെന്താ വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് കോയിൻ സേവ് ചെയ്ത് വെച്ച കോയിനൊക്കെ നഷ്ടപ്പെടുമെന്നാണ്. അപ്പം മിക്കവാറും മച്ചന്മാർ നഷ്ടപ്പെടാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി അവർ പറയുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ക്യാരി ഓവർ വന്നുകൊണ്ട് തന്നെ. പിന്നെ ഓൾറെഡി മൈ ലീഗിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ എന്താ പറയുക കുറച്ച് പ്ലേയേഴ്സ് അത് ഡാറ്റ റിലീസ് ആയിക്കളയും, അടുത്ത കൊല്ലത്തേക്ക് ഉണ്ടാവില്ല. പക്ഷേ കോയിനും കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോഴത്തെ എന്താ പറയുക നമ്മുടെ ഈ ഫുട്ബോൾ ഇത് വെച്ചിട്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് അത് അവിടെ തന്നെ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോകില്ല മച്ചന്മാർ, ആരും പേടിക്കേണ്ട. പിന്നെ അതുപോലെ കേസ് നിങ്ങൾ എല്ലാവരും ഡാറ്റ ലിങ്ക് ചെയ്തിരിക്കണം. ഓഗസ്റ്റ് ഒരു പകുതി ആകുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും ചെയ്തില്ലേ, അത് ആകെ മൊത്തത്തിൽ പണിയാവും. കാരണം ഓൾറെഡി നമ്മൾ മുന്നൊരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് അല്ലാത്ത അക്കൗണ്ടുകളൊക്കെ അവർ കളയുമെന്ന് പറഞ്ഞു മച്ചാമരെ. അപ്പം ഞാൻ നമ്മുടെ ഇതിനെപ്പറ്റി പറയാം ഗൈസ്. അപ്പം ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഇതാണ് മച്ചാമരെ. ഓൾറെഡി ഞാൻ ജസ്റ്റ് പറയുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ 3 പ്ലേയേഴ്സാണ് അവിടെ വന്നിരിക്കുന്നത്. കക്ക വന്നു, കസിലിയാസ് വന്നു, പുയോൾ വന്നു. മച്ചാമരെ 3 പൊസിഷനിൽ നിന്നാണ് 3 എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ CB വന്നു, GK വന്നു, AMF വന്നു. ബാക്കി ഗൈസ് ആരും വന്നിട്ടില്ല. CF വന്നിട്ടില്ല, CMF വന്നിട്ടില്ല, LB വന്നിട്ടില്ല, LWF വന്നിട്ടില്ല, SS വന്നിട്ടില്ല. അപ്പം മച്ചാമരെ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാ പൊസിഷനിൽ നിന്നും ഒരാളെ എടുത്തിട്ട് അപ്പം ഇപ്പം 3 പേര് വന്നു. ഓൾറെഡി 5 പൊസിഷൻ ബാക്കിയുണ്ട്. അപ്പം ആ 5, 3, 8 കാണിക്കുന്നത്. അപ്പം മച്ചാമരെ എനിക്ക് തോന്നുന്നത് ആ 15 പ്ലേയേഴ്സ് ഉണ്ടാവില്ല, 8 പ്ലേയേഴ്സിനെ തന്നിട്ട് ആ 8 പ്ലേയേഴ്സ് നമുക്ക് ഒരാളെ സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഉറപ്പിച്ചിട്ടില്ല, ഞാനാണല്ലോ പറഞ്ഞത്. അപ്പം എന്തായാലും മച്ചാമരെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ കൊനാമിയാണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ ആരും പേടിക്കേണ്ട, മറ്റേ കോയിനും കാര്യങ്ങളൊന്നും പോകില്ല. അപ്പം എന്തായാലും മച്ചാമരെ കുറേ പേരെ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു നമ്മുടെ ക്ലൂവേട്ടിൻ്റെ ഒക്കെ. എന്തായാലും ഞാൻ മാനേജറിനെ ഏകദേശം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മാനേജർ സാബി അടക്കം എല്ലാവരും ഒന്നിച്ച് ചെയ്തിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ നമുക്ക് സെറ്റാക്കാം. അപ്പം മച്ചാമാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ സെറ്റാക്കി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.